കഴിഞ്ഞ സർക്കാരിനെക്കുറിച്ചുള്ള വലിയ ആക്ഷേപങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു വലിയ അകമ്പടി വാഹനങ്ങളുടെ നീണ്ട നിര. എന്താ പറയുക, സെക്യൂരിറ്റൈസേഷൻ. ഇതുവരെ ജനകീയമായിരുന്ന മുഖ്യമന്ത്രിമാരെയൊക്കെ ഇതുപോലെ കരിമ്പൂച്ചകളുടെ സഹായത്തോടു കൂടി വലിയ പോലീസ് ബന്ദോബസ്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീതി എന്ന് ഞാൻ പറയുന്നു, വസ്തുത ഞാൻ പറയുന്നില്ല, പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ ഒന്ന് മാറ്റാവുന്നത് പലതുമായിരുന്നു. ഇന്ന് പിന്നീട് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അറിയാമല്ലോ, രക്ഷാപ്രവർത്തനം എന്നൊരു സംഗതി. കോർട്സിലാണ് ഞാനത് പറയുന്നത്. രക്ഷാപ്രവർത്തന കേസ് എന്നാണ് അതിനെ പറയുക. അതിൽ അന്നത്തെ പോലീസ് ADGP ഇന്ന് സസ്പെൻഷനിലുമായിരിക്കുന്നു. അപ്പം അവിടെയൊക്കെ കുറേയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്ന പല വിഷയങ്ങളും ബാഡ് ഇമേജിലേക്ക് LDFനെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ വാസ്തവത്തിൽ? അല്ല, അതിലിപ്പോൾ ഈ പറഞ്ഞ പ്രതീതി നിർമ്മാണം പ്രധാനം. ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രി എടുത്ത നിലപാട് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ അതനുസരിച്ച് പൂർണ്ണമായി നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും പറഞ്ഞല്ലോ, ഈ പഴയ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുക. എന്നാൽ ഈ പറയുന്ന വാഹനങ്ങളും ഉപയോഗിച്ച വാഹനം തമ്മിൽ എണ്ണത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതങ്ങ് ആ രൂപത്തിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ എത്ര വാഹനങ്ങൾ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി അത് പോട്ടെ, അത് ഔദ്യോഗിക വാഹനമാണ്. ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്നു. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു ചാർട്ടർ ചെയ്ത വിമാനം ഉപയോഗിക്കുന്നു, വേണ്ടിവരും. എന്നാൽ അദ്ദേഹം എന്തിന് ഇരുട്ടി നിൽക്കുന്നു? ആരാണിത് ഈ ചാർട്ടർ ചെയ്ത് കൊടുത്തത്? അദ്ദേഹം അല്ല എന്നുറപ്പ്. അപ്പോൾ അത് പറഞ്ഞാൽ അദ്ദേഹം വെളിച്ചത്തിലേക്കൊന്ന് പ്രകാശം കൂടും അദ്ദേഹത്തിന്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഒന്ന് പറഞ്ഞു പോകുന്നല്ലാതെ മാധ്യമങ്ങൾ എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, ഇപ്പം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കൂത്തുപറമ്പ് ദിനം കരിങ്കൊടി കാണിച്ചതാണ്. അന്നത്തെ ഫോട്ടോയും വളരെ, ആ ഫോട്ടോ കഴിഞ്ഞിട്ട് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ 5 പേരെ നമ്മുടെ വാരിയിൽ ഒടിഞ്ഞു. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇടി മുഴുവൻ കഴിഞ്ഞ് തകർന്ന് ഇതെല്ലാം ചെവി ഇങ്ങനെ 2 കൈ കൊണ്ടാണ് ചെവി പൊത്തിയടിച്ച് ഡയഫ്രം പൊട്ടി. ഇത് കഴിഞ്ഞിട്ട് ഈ വരാന്തയെ കൊണ്ട് പോലീസുകാർ കാല് നീട്ടിയിരുത്തും, എന്നിട്ട് 2 പേര് അപ്പുറത്തും ചൂരിലോണ്ടടിക്കും കാൽവള്ളിയിൽ. ഇത് കണ്ടിട്ട് പാർവതി, ഞങ്ങൾ ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ നേരെ വന്നിറങ്ങിയവരൊന്നുമല്ല, ഈ പാർവതി എന്ന് പറയുന്നൊരു പോലീസുകാരുണ്ട്, ഇപ്പോൾ പറവൂരുണ്ട്, അവർ ഓടിപ്പോവാണ് കണ്ടിട്ട് കരഞ്ഞിട്ട്. പോലീസുകാർ അത് കരിങ്കൊടി കാണിച്ചിട്ടാണ്, വേറെ ഒരു പ്രശ്നമോ ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ കൗതുകകരമായ കാര്യം, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് പിന്നെ തിരുത്തണോ വേണ്ടേ എന്നുള്ള വേറെ കാര്യം. അത് ഒരാൾ ചാടാൻ പോവാണ്, അപ്പോൾ അദ്ദേഹം വിസ്തരിക്കുന്നത് വടക്കാണ്, അത് കണ്ണൂർ നടന്ന സംഭവം. അപ്പോഴാണ് ഈ പ്രയോഗം. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഈ പ്രയോഗം നടത്തിയിട്ടില്ല. പക്ഷേ ഇതും ആ പേരിലങ്ങ് പോയി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വേണോ വേണ്ടയോ ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതിനൊരു അത്തരം പ്രതീതികൾ വല്ലാതെ നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനെ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ ഞങ്ങളൊന്നും പിന്നെ അറ്റകുറ്റപ്പണിയെന്ന് പറയില്ല, അവർ മോടി പിടിപ്പിക്കൽ, ആഡംബരമാക്കുന്നു, പശുത്തൊഴുത്ത് വരുന്നു, ഇതൊക്കെയാണ്. എത്ര സമയമെടുത്തു ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ട് മാറാൻ? മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും താമസിച്ചെടുത്ത് പറയുന്നുണ്ട്, മൊത്തം പൊളിച്ച് പണിയല്ലേ ഇവർ. ആവശ്യമാണ്, കാരണം വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. പക്ഷേ ആവശ്യമില്ല എന്നല്ല പറയുന്നത്. ഞങ്ങൾ പിന്നെ അത് വേണ്ട എന്ന് വെച്ചിട്ട് തോന്നുന്നു. ഇപ്പോൾ വാഹനങ്ങൾ, ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച വാഹനം തന്നെ ചിലർ പറയേണ്ട, അങ്ങനെ പറയുന്നത് തന്നെ മോശമായെന്ന് പറയാറുണ്ട്. അതിന് മുമ്പത്തെ മന്ത്രി ഉപയോഗിച്ച വാഹനം തന്നെയാണ് തുടർന്ന് 5 വർഷം ഉപയോഗിച്ചത്. പക്ഷേ ഇതിലെല്ലാം ഒരു നുണകളുടെ ഒരു കുത്തൊഴുക്കുണ്ടായി.